PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 6 മണിക്ക് ഇന്ത്യൻ ഹിസ്റ്ററി SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. 9 മണിക്ക് സയൻസ് SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്. 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. തീർന്നാൽ ഉടനെ നമ്മൾ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് 3 മണിക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം. അപ്പോൾ അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളാണ് ലൈവായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ കാലത്ത് പഠിക്കുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, ഇന്ത്യൻ ഹിസ്റ്ററി, സയൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഭാഗങ്ങളിൽ നിന്നും കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ പഠിച്ചത് ആ ഭാഗത്ത് നിന്നുള്ള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ. ദെൻ അത് കഴിഞ്ഞ് രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. അതും ലൈവാണ്. ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും ടോട്ടലായിട്ട് 6 ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. കാരണം നിങ്ങൾക്ക് പഠിക്കേണ്ട ഓരോ ടോപ്പിക്ക് ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ട് ഏതൊക്കെ കാര്യങ്ങൾ ഒരു ദിവസം പഠിക്കണം എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് PDF ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാമിലാണ്. സോ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പോൾ തന്നെ. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് മലയാളമാണ്. മലയാളത്തിൽ സമാനപദം അതാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ സമാനപദം പര്യായം എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സമാനപദം എന്ന് പറയുന്ന ഭാഗം നമ്മൾ ചെറിയ കോഡും കണക്ഷനും ഒക്കെ ചെറിയ ട്രിക്സൊക്കെ നമ്മൾ പറഞ്ഞു തരും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ചിലതൊക്കെ. ഓക്കെ, മാക്സിമം ഞാൻ കണക്ഷൻസ് ഉപയോഗിച്ച് പറയാനായിട്ട് ശ്രമിക്കാം. പഠിച്ചു വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ പരിചയപ്പെടാം. എങ്ങനെയാണ് ഇത് ചോദ്യം വരിക എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ആവർത്തിച്ച് ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ ഈ വരികളിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം എന്താണ്? അടിവരയിട്ടത് എന്താണ്? ചക്ഷുശ്രവണ. ചക്ഷുശ്രവണ എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്ഷുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ചക്ഷുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് എന്നാണ് അർത്ഥം. ഓക്കെ, ചക്ഷുസ് എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അപ്പം കണ്ണ് കൊണ്ട് ശ്രവണം ചെയ്യുന്നവൻ ആരാണ്? കണ്ണുകൊണ്ട് കേൾക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ പാമ്പ്. നമുക്ക് കേട്ടാൽ തന്നെ അറിയാം അല്ലേ, പാമ്പാണ്. പാമ്പ് ചെവി കൊണ്ടല്ല, കണ്ണുകൊണ്ട് കേൾക്കുന്നവനാണ് പാമ്പ്. അപ്പം ചക്ഷുശ്രവണം അല്ലേ, ചക്ഷുസ് കൊണ്ട്, ചക്ഷുസ് കണ്ണ്, കണ്ണുകൊണ്ട് ശ്രവണം ചെയ്യുന്നവൻ ആരാണ്? പാമ്പാണ്. അപ്പം പാമ്പിനെയാണ് ചക്ഷുശ്രവണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ, കിട്ടിയല്ലോ. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്ന അർത്ഥം വരുന്നത്, നശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ: അയഥാർത്ഥ്യം, അദൃശ്യം, അയോഗ്യം, അനിത്യം. ഇതിലേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, അനിത്യമാണ് വരുന്നത് അല്ലേ. നശിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യമല്ലാത്തത് അല്ലേ, നിത്യം അല്ലാത്തത്, അതാണ് അനിത്യം. അനിത്യമാണ് നശിക്കുന്നത് എന്നർത്ഥം വരുന്ന വേർഡ്. ഓക്കെ, അടുത്തത്: താഴെ തന്നിരിക്കുന്നവയിൽ ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം, ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം ഏതാ? ഓപ്ഷൻ ഡി ആണ്, കുപ്രസിദ്ധി. ദുഷ്കീർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കുപ്രസിദ്ധിയാണ് കേട്ടോ, കുപ്രസിദ്ധി. അടുത്തത്: അഹമഹമികയ പാവകജ്വാലകളമ്പരത്തോളമുയർന്നു ചെന്നു മുത. ഇവിടെ അഹമഹമികയ എന്ന സവിശേഷ പ്രയോഗത്തിൻ്റെ ആശയം എന്താണ്? അപ്പോൾ ഇത് നമുക്ക് ഈ പുരാണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം. ഹനുമാന്റെ ലങ്കാദഹനം ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ലങ്കയൊക്കെ ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത്, ലങ്കാദഹനം നടത്തുന്ന സമയത്ത് തീജ്വാലകൾ ഇങ്ങനെ ഉയർന്നു പോകുമല്ലോ. അപ്പോൾ അതിനെ പറയുന്ന ഒരു വർണ്ണനയാണിത്. അഹമഹമികയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുത. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അഹമഹമികയ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപേ, ഞാൻ മുൻപേ, അല്ലെങ്കിൽ ഞാൻ ആദ്യം, ഞാൻ ആദ്യം എന്ന് പറഞ്ഞുകൊണ്ട്
പാവകജ്വാലക. എന്താണ് പാവകൻ? നമ്മൾ പര്യായം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അഗ്നിജ്വാലകൾ. പാവകൻ അഗ്നിയാണ്. ഓക്കെ, അപ്പൊ പാവകജ്വാലകൾ എന്ന് പറഞ്ഞാൽ അഗ്നിജ്വാലകൾ എങ്ങോട്ട് ഉയർന്നു? അമ്പരത്തോളം. അമ്പരം എന്ന് പറയുന്നത് എന്താണ്? ആകാശം. അപ്പൊ അമ്പരത്തോളം ഉയർന്നു, ആകാശത്തോളം ഉയർന്നു. ചെന്നു മുത എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷത്തോടെ അല്ലെങ്കിൽ ആഹ്ലാദത്തോടെ എന്ന് പറയുന്ന അർത്ഥമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇങ്ങനെ തീ കത്തുമ്പോൾ അതിനെപ്പറ്റി പറയുക. അതായത് അഹമഹമികയ, ഞാനാദ്യം എന്ന് പറഞ്ഞുകൊണ്ട് പാവകജ്വാലകൾ, അതായത് എന്താ? അഗ്നിജ്വാലകൾ അമ്പരത്തോളം, ആകാശത്തോളം ഉയർന്നു. എങ്ങനെ? വളരെ സന്തോഷത്തോടു കൂടി. മനസ്സിലായോ? അതാണ് ആ വരികളുടെ അർത്ഥം. അപ്പൊ അഹമഹമികയ എന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മുൻപേ. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഞാനാദ്യം അല്ലെങ്കിൽ ഞാൻ മുൻപേ എന്നതാണ് അർത്ഥം. അഹമഹമികയ. ഓക്കെ അല്ലേ? അടുത്തത്, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ നിന്നും ഒറ്റയായ പദം എടുത്തെഴുതുക. ഒറ്റയായ പദമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒറ്റയായ പദം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ആമ്രം ആണ്. ആമ്രം. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഒറ്റയായി പോയത്? ആനനം, വക്ത്രം, ആസ്യം, ഇത് മൂന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പര്യായം പഠിച്ചപ്പോൾ പഠിച്ചു. എന്താണ്? മുഖം എന്നതിൻ്റെ പര്യായമാണ് ആനനം, വക്ത്രം, ആസ്യം, അല്ലേ? ഇതെല്ലാം എന്താണ്? മുഖം എന്നാണ് അർത്ഥം. എന്നാൽ ആമ്രം എന്താണ്? ആമ്രം എന്ന് പറഞ്ഞാൽ മാവ് എന്നാണ് അർത്ഥം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. ഹിന്ദിയിൽ നമ്മൾ ആം എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്? ആം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്, അല്ലേ? അപ്പൊ ആം ഉണ്ടാവുന്ന വൃക്ഷം മാവാണ് ആമ്രം. ആ രീതിയിൽ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയാണ്, അങ്ങനെ വന്നതല്ല കേട്ടോ. അപ്പൊ ആം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്. സോ ആം ഉണ്ടാവുന്ന വൃക്ഷമാണ് ആമ്രം, മാവ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക. ബാക്കിയെല്ലാം ആനനം, വക്ത്രം, ആസ്യം, മുഖമാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് പര്യായത്തിൽ. ഓക്കെ, അടുത്ത ചോദ്യം. പൂങ്കുല എന്ന അർത്ഥം വരുന്ന പദം ഓപ്ഷൻ സി ആണ്. മഞ്ചരിയാണ് കേട്ടോ. മഞ്ചരി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പൂങ്കുല എന്നാണ് അർത്ഥം. നമുക്ക് പാട്ടുകാരി മഞ്ചരിയൊക്കെ ഓർക്കാം, അല്ലേ? മഞ്ചരി, പൂങ്കുല. ഓക്കെ, നല്ല അർത്ഥമുള്ള ഒരു പേരാണ് മഞ്ചരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മഞ്ചരി, പൂങ്കുല എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? മഞ്ചരി. ഓക്കെ, യെസ്. അടുത്തത്, സമാന അർത്ഥമുള്ള പദം കണ്ടെത്തുക. കൽമഷം എന്ന് പറയുന്നത് എല്ലാവരും കേട്ടിട്ടുള്ള വാക്കായിരിക്കും. ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. പാപം. കൽമഷം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൊന്നപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദം. കൊന്നപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദമാണ് കർണികാരം. പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലേ? കർണികാര തീരങ്ങൾ, അല്ലേ? നമ്മൾ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ കൊന്നപ്പൂവ് എന്നുള്ളതാണ് കേട്ടോ. കർണികാരം കൊന്നപ്പൂവാണ്. അടുത്തത്, സംശയമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന ശരിയായ പദം ഏതാണ്? സംശയമില്ലാത്തത് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? അസന്നിഗ്ധമാണ് കേട്ടോ. അസന്നിഗ്ധം. ഈ ഇണ്ടായാണ്. ഇഗ്ധം എന്നുള്ളത് ദഗ് ഇട്ടിട്ട് ഇതാ ഈ ധായാണ് കേട്ടോ. ഓക്കെ, ഇത് എപ്പോഴും തെറ്റിച്ചു കൊടുക്കാറുള്ളതാണ്. കണ്ടോ? അസന്നിഗ്ധം എന്ന് കൊടുക്കാറുണ്ട്, അസന്ദിഗ്ധം എന്ന് കൊടുക്കാറുണ്ട്, അസന്ദിഗ്ധം ഇങ്ങനെയും കൊടുക്കാറുണ്ട്. അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. അസന്നിഗ്ധം, സംശയമില്ലാത്തത്. ഓക്കെ, അടുത്തത്, കരി എന്ന അർത്ഥമുള്ള പദം. കരി എന്ന അർത്ഥമുള്ള പദം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇങ്കാലം എന്താണ്? കരിയാണ് കേട്ടോ. കരി എന്ന അർത്ഥമുള്ള പദം ഏതാണ്? ഇങ്കാലം. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം. കരി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മഷി പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ക് എന്ന് പറയില്ല. ഇങ്ക് എന്ന് പറഞ്ഞാൽ മഷിയാണ്, അല്ലേ? അപ്പോൾ കരിമഷി എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാം, അല്ലേ? കരിമഷി നമ്മൾ പണ്ടൊക്കെ പറയില്ലേ, കരിമഷി എഴുതുക. അപ്പോൾ കരിമഷി എന്നുള്ള രീതിയിൽ ഇങ്ക് എന്ന് പറഞ്ഞാൽ മഷിയാണ്. അപ്പോൾ ഇങ്കാലം എന്താണ്? കരി എന്ന അർത്ഥമുള്ള പദം ഇങ്കാലം. അടുത്തത്, പ്രയതി എന്നതിൻ്റെ സമാന പദമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രയതി എന്നതിൻ്റെ സമാന പദം എന്താണ്? ദാനമാണ്. പ്രയതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാനം. പ്രയതി എന്നതിൻ്റെ സമാന പദം ദാനമാണ്. അടുത്തത്, താമരപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? താമരപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദമാണ് ഓപ്ഷൻ ഡി. സാരസം.
സാരസം, സാരസം നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? സാരസം, സാരസം താമരപ്പൂവ്. സാരസമുഖി സഖി എന്നൊക്കെ പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ലേ? സാരസമുഖി അല്ലേ? താമരപ്പൂ പോലെ മുഖമുള്ളവൾ. ഓക്കെ, സാരസമുഖി. അപ്പൊ സാരസം താമരപ്പൂവ് എന്നുള്ളതാണ് ഓക്കെ അർത്ഥം. ഇനി അപ്പോൾ ഇത്രയാണ് ഞാൻ മുൻവർഷ ചോദ്യങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സമാന പദങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ള കുറച്ച് വേർഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ആദ്യത്തേത് വയസ്സൻ, നമുക്കറിയാവുന്നതാണ് അല്ലേ? വയസ്സൻ. വയസ്സൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃദ്ധൻ എന്നാണ് അർത്ഥം. വയസ്സൻ എന്നതിൻ്റെ അർത്ഥം വൃദ്ധനാണ്. എന്നാൽ വയസ്യൻ എന്ന് വെച്ചാലോ? വയസ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാരൻ. കൂട്ടുകാരൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നമുക്ക് തെറ്റില്ല. വയസ്സൻ എന്ന് പറഞ്ഞാൽ വൃദ്ധനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ വയസ്യൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ഓർമ്മ വരണം? കൂട്ടുകാരൻ. എങ്ങനെ ഓർക്കാം? നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അല്ലേ, അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അവരുടെ സമപ്രായക്കാരായിരിക്കും അല്ലേ, അതേ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ അവരുടെ ഏറ്റവും കൂട്ടം ആരോടായിരിക്കും? അവരുടെ വയസ്സായ അപ്പൂപ്പനോടോ അമ്മൂമ്മയോടൊക്കെ ആയിരിക്കും അല്ലേ അവരുടെ കൂട്ടെന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെയൊക്കെ കൂട്ടുകാരനായിരിക്കും ആര്? വയസ്സായ ആളുകൾ. അപ്പോൾ വയസ്യൻ, കൂട്ടുകാരൻ എന്നതിലോട്ട് ചെറിയൊരു കണക്ഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ വയസ്സൻ വൃദ്ധനാണ്, വയസ്യൻ എന്ന് പറയുന്നത് കൂട്ടുകാരൻ എന്നുള്ളത് ഓർക്കാം. ഇനി അടുത്തത് കൺഫ്യൂഷൻ വരുന്ന ചില വേർഡ്സ് ആണ്. ഗോഷ്ഠി. ഗോഷ്ഠി കാണിക്കാന്ന് നമ്മൾ പറയില്ലേ? അപ്പൊ ഗോഷ്ഠി എന്ന് പറയുന്നത് വികൃതിയാണ്. വികൃതി. ഓക്കെ, ഇനി വേറൊരു ഗോഷ്ഠി ഉണ്ട്. ഈ ഗോഷ്ഠിയുടെ അർത്ഥം എന്താ? ഇതും ഗോഷ്ഠിയാണ്. ഈ ഗോഷ്ഠിയുടെ അർത്ഥം സഭ എന്നാണ് കേട്ടോ. സഭ. അപ്പൊ ഗോഷ്ഠി വികൃതി, ഗോഷ്ഠി സഭ. അപ്പോൾ ഇവിടെ ഇഷ്ടത്തിൻ്റെ ഇട്ടായാണ് വരുന്നതെങ്കിൽ ഗോഷ്ഠിയാണെങ്കിൽ വികൃതി. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ വികൃതി കാണിച്ചാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? കുട്ടികളുടെ വികൃതിയൊക്കെ കാണാൻ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടത്തിൻ്റെ ഇഷ്ടായാണെങ്കിൽ അത് വികൃതി എന്ന അർത്ഥവും, ഗോഷ്ഠി ഈ ഠി ആണെങ്കിൽ എന്താണ്? സഭയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, നമ്മൾ കുറേ പേര് ചേർന്ന് ഒരു സഭ കൂടുന്നു. എങ്ങനെയാണ് നമ്മൾ സഭ കൂടുക? ഇങ്ങനെ വട്ടത്തിലാണ് എല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വട്ടത്തിലാണ് സഭ കൂടിയിരിക്കുക അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ വട്ടഠ വന്നു കഴിഞ്ഞാൽ സഭ. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഒരിക്കലും ഇത് കാണാതെ ഇങ്ങനെ ട്രിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ആദ്യം വേർഡ്സ് പഠിക്കുക, എന്നിട്ട് അവ തമ്മിൽ തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കണക്ഷൻസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ വികൃതിയാണ്, ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സഭയാണ്. അപ്പോൾ ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ വികൃതി, ഗോഷ്ഠി സഭ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കും. പക്ഷെ അതിൽ ഏത് ഗോഷ്ഠിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇഷ്ടത്തിൻ്റെ ഇഷ്ടായാണെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ വികൃതിയാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പം വികൃതി എന്നുള്ള അർത്ഥമാണ്. ഗോഷ്ഠി വട്ടട്ടായാണെങ്കിലോ, നമ്മൾ വട്ടത്തിലിരിക്കുന്നത് എപ്പോഴാണ്? ഒരു സഭ കൂടുമ്പോഴാണ് അല്ലേ? അപ്പം സഭയിൽ വട്ടട്ടായാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഗോഷ്ഠിയും ഗോഷ്ഠിയും എന്താണെന്നുള്ളത് കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തത് പ്രേക്ഷകൻ. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയക്കുന്ന ആളാണ്. അയക്കുന്നയാളെയാണ് നമ്മൾ പ്രേക്ഷകൻ എന്ന് പറയാം. എന്നാൽ പ്രേക്ഷകൻ ഉണ്ട്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുന്നയാളാണ്. കാണുന്നയാൾ. അപ്പം ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതാണ്. പ്രേക്ഷകൻ അയക്കുന്നയാളും പ്രേക്ഷകൻ കാണുന്നയാളും. എങ്ങനെ കണക്ട് ചെയ്യാം? ഇവിടെ പ്രേക്ഷകൻ എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇക്ഷായാണ് അല്ലേ? കാണുന്നയാൾ ഇക്ഷായാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകൻ, സിനിമയൊക്കെ കാണുന്ന ആളുകൾ നമ്മൾ പ്രേക്ഷകൻ എന്ന് പറയും അല്ലേ? അപ്പോൾ നമ്മൾ ഒരു 2-2.5 മണിക്കൂറൊക്കെ നമ്മളൊരു തിയേറ്ററിൽ പോയിട്ട് ഇരുന്ന് സിനിമ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ഷമ വേണമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ക്ഷമയുള്ള ആളുകളാണ് ഈ സിനിമയൊക്കെ ഇത്രയും മണിക്കൂറൊക്കെ ഒരുമിച്ചിരുന്ന് കാണുള്ളൂ. ആ ഒരു രീതിയിൽ ക്ഷമയുടെ ക്ഷായാണ് കാണുന്നയാൾ എന്നർത്ഥം വരുന്ന പ്രേക്ഷകന്. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റേത് എന്തായിരിക്കും? ഒരു ഷായേ ഉള്ളൂ. അപ്പോൾ പ്രേക്ഷകൻ അയക്കുന്നയാൾ. അപ്പോൾ നമ്മൾ കത്തൊക്കെ അയക്കുമ്പോൾ പ്രേക്ഷകൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രം അഡ്രസ്സ് വെക്കും അല്ലെ, അയക്കുന്ന ആൾ. പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ സിനിമയൊക്കെ കാണുന്ന പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ കാണുന്ന ആളുകളെ, കാണികളെയാണ് പറയുന്നത്. അപ്പോൾ ക്ഷമ വേണം കാണാനായിട്ട്, ഒരു സിനിമ കാണാനായിട്ട് പ്രേക്ഷകൻ എന്ന് പറയുമ്പോൾ ആൾക്ക് ക്ഷമ വേണം. അപ്പോൾ ക്ഷമയുടെ ക്ഷയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത വേർഡാണ് അന്തസ്. അന്തസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യത എന്ന അർത്ഥമാണ്. അന്തസ് വേണോടാ, അന്തസ് അല്ലേ? അപ്പൊ അന്തസ് മാന്യതയാണ്.
ഇനി മറ്റൊരു അന്തസ് ഉണ്ട്, ദേ ഇതും അന്തസ് എന്ന് തന്നെയാണ് പറയാം. അപ്പൊ അന്തസ് എന്ന് പറഞ്ഞാൽ ഇത് ഭക്ഷണം എന്നാണ് അർത്ഥം. ഓക്കെ, ഈ അന്തസ് എന്താ? മാന്യത. ഇത് ഈ അന്തസ്സാണെങ്കിൽ അത് ഭക്ഷണമാണ്. അപ്പൊ ഇവിടെ ഇന്തായാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ അന്തസ് നമുക്ക് മാന്യതയാണെന്നറിയാം. ഈ അന്തസ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഇന്ത തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഭക്ഷണം നമുക്ക് ഒരു നേരം കിട്ടിയില്ല എന്ന് വിചാരിക്കാം, വിശന്ന് നമ്മുടെ കണ്ണ് കാണില്ല, നമ്മൾ തലയും കുത്തി നിൽക്കുന്ന ആലോചിച്ചാൽ മതി. വിശപ്പ് സഹിക്കാൻ പറ്റാതെ നമ്മൾ തലകുത്തനെ നിൽക്കും അല്ലെ. അപ്പം നാ എന്ന് പറയുന്നത് ഇങ്ങനെ തലകുത്തനെ നിൽക്കുന്ന ഇന്തായാണ് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നതിലെ അന്തസ്സിൽ വരുന്നത്. ഓക്കെ, ഭക്ഷണം കിട്ടാഞ്ഞാൽ നമ്മൾ തലകുത്തനെ നിൽക്കും. അപ്പം തലകുത്തനെ നിൽക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് നമ്മൾ എന്താണ്, നമുക്ക് കണ്ണ് കാണില്ല, നമ്മൾ അന്ധനായി പോകും. ഭക്ഷണം കിട്ടാഞ്ഞാൽ വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കാണത്തില്ല എന്ന് പറയില്ലേ നമ്മൾ, വിശന്നാൽ കണ്ണ് കാണത്തില്ല, അപ്പം അന്ധനായി പോകും. അപ്പം അന്ധൻ എന്നുള്ളതിൽ ഇന്തായാണെന്ന് ഓർക്കാം. ഇനി ആ ഇന്ത ഏത് ഇന്ദയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തലകുത്തനെ നിൽക്കും. അപ്പം തലകുത്തനെ ഇട്ടിട്ടുള്ള ഇന്തായാണ് ഭക്ഷണത്തിലെ അന്തസ്സിൽ വരുന്നത്. മറ്റേ അന്തസ് എന്താണ്? മാന്യത എന്നുള്ളതാണ് കേട്ടോ, മാന്യത. ഓക്കെ അല്ലേ, കിട്ടി. ഇനി അടുത്ത രണ്ട് വേർഡ്സ് ആണ് കൈതവം. കൈതവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം ആണ്, കള്ളം. എന്നാൽ കൈരവം ഉണ്ട്. കൈരവം എന്താണ്? കൈരവം ആമ്പൽ എന്നാണ് അർത്ഥം, ആമ്പൽ. കൈതവം കള്ളം, കൈരവം ആമ്പൽ. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി, പഠിച്ചിട്ട് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി പറയുന്ന കണക്ഷനാണ്. കൈതവം കള്ളം. ഇപ്പോൾ ഒരാൾ കള്ളം പറഞ്ഞു, നമ്മുടെ മക്കൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് കള്ളം പറഞ്ഞു എന്ന് വിചാരിക്കാം. കള്ളം പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ആ കൈ ഇങ്ങ് നീട്ടിക്കേ അല്ലേ, കൈതാ കൈതാ അല്ലേ, കൈ താന്ന് പറയും. എന്തിനാണ്? തല്ലാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കൈ താന്ന് പറയും. അപ്പം കൈതവമാണെങ്കിൽ കള്ളം, കൈരവമാണെങ്കിലോ അത് ആമ്പലാണ്. കൈരവം ആമ്പൽ, കൈതവം കള്ളം. ഓക്കെ അല്ലേ, തെറ്റിപ്പോവാതിരിക്കാനുള്ള കണക്ഷൻസ് ആണ് പറയുന്നത്, ഞാൻ പറഞ്ഞു. ഓക്കെ, അടുത്ത വേർഡ് എന്ന് പറയുന്നത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാറുള്ളതാണ് എക്സാമിന്. അടുത്തത് അർത്ഥം. അർത്ഥം, അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ചോദിക്കില്ലേ, അതാണ് ഈ അർത്ഥം. അതായത് വാക്കിൻ്റെ പൊരുൾ, വാക്കിൻ്റെ പൊരുൾ എന്നാണ് അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്ന ഒരു അർത്ഥവും കൂടെയുണ്ട്, സമ്പത്ത്. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്ന് പറയുന്ന മീനിങ്ങും ഉണ്ട്, വാക്കിൻ്റെ പൊരുൾ എന്നും അർത്ഥമുണ്ട്. ഇനി വേറൊരു അർത്ഥമുണ്ട്, അർത്ഥം. ഈ അർത്ഥം എന്താ? ഈ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയാണ്, പകുതി. നമ്മൾ ഉത്തരാർദ്ധഗോളം, ദക്ഷിണാർദ്ധഗോളം, അർദ്ധകായ പ്രതിമ, ഇന്നലെ കറണ്ട് അഫയേഴ്സ് പറഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവൻ ഇല്ല, പകുതി ഭാഗം മാത്രമേ ഉള്ളൂ അല്ലേ പ്രതിമയ്ക്ക്. അപ്പോൾ അതാണ് അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ പകുതിയാണ്. അർത്ഥം ആണെങ്കിലോ വാക്കിൻ്റെ പൊരുളാണ്, അല്ലെങ്കിൽ സമ്പത്ത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന കുറച്ച് വേർഡ്സ് ആണ് പറയുന്നത്. ഒന്ന് അബ്ദം, അബ്ദം, ദെൻ അബ്ദി, അബ്ദി, ദെൻ അബ്ജം, അബ്ജം. ഓക്കെ, അബ്ദം, അബ്ദി, അബ്ജം. ഇനി ഇതേപോലെ തന്നെ കൺഫ്യൂഷൻ വരുന്ന വേറൊരു വേർഡാണ്, നോക്കുക, വാരിദം, അതേപോലെ വാരിധി, വാരിജം. ഓക്കെ, അതേപോലെ തന്നെ മറ്റു വേർഡ്സ് ആണ് അംബുദം, അംബുധി, അംബുജം. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അബ്ദം, അബ്ധി, അബ്ജം, വാരിദം, വാരിധി, വാരിജം, അംബുദം, അംബുധി, അംബുജം. ഇവിടുത്തെ പ്രത്യേകത, ഈ വാരി എന്ന് പറഞ്ഞാൽ, അമ്പു എന്ന് പറഞ്ഞാൽ, അബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജലം എന്നാണ് അർത്ഥം. ഓക്കെ, വാരി, അമ്പു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ജലം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ജലം എന്ന് പറയുന്ന വാക്കുകൾ, അർത്ഥം വരുന്ന വാക്കുകളുടെ കൂടെ നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ, ജം എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് താമര എന്ന അർത്ഥവും, ജലം എന്ന അർത്ഥം വരുന്ന വാക്കുകളുടെ കൂടെ ദം എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മേഘം എന്ന അർത്ഥവും, ജലം എന്ന വാക്കുകളുടെ കൂടെ ദി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ, ദി ആണ് കേട്ടോ, സോറി, ദി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സമുദ്രം എന്നുമാണ് കിട്ടുന്നത്.
അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അമ്പു വാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജലം എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ കൂടെ ആദ്യത്തേക്ക് നോക്കിക്കേ, ദം ആണ് അല്ലേ? അബ്ദം, വാരിദം, അമ്പുദം, എല്ലാത്തിൻ്റെ കൂടെയും ദം ദം ചേർത്തിട്ടുണ്ട്. അപ്പം ദം ദം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അർത്ഥം വരുന്നത്? മേഘം ആണ്. അപ്പം ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതിരിക്കാനുള്ള കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. ദമ്മ് ചേർത്താൽ മേഘമാണ്. അപ്പം അബ്ദം, വാരിദം, അമ്പുദം ഇതെല്ലാം മേഘമാണ്. അടുത്തത് അബ്ധി, വാരിധി, അമ്പുധി. അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ധീ ചേർത്ത് കഴിഞ്ഞാലോ, ജലം എന്ന അർത്ഥം വരുന്ന പദങ്ങളുടെ കൂടെ ധീ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമുദ്രം എന്നാണ്. അപ്പം അബ്ധി, വാരിധി, അമ്പുധി ഇതൊക്കെ എന്താ? സമുദ്രമാണ്. അടുത്തത് അബ്ജം, വാരിജം, അംബുജം എല്ലാത്തിൻ്റെയും കൂടെ ജമ്മ് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്? അത് താമര എന്നാണ് അർത്ഥം. അപ്പം ഇനി ദമ്മാണോ, ദീ ആണോ, ജമ്മാണോ, താമര, അങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുന്നവരുമുണ്ട് അല്ലേ? അപ്പം ഇത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം മാറിപ്പോവാതിരിക്കാനുള്ള കണക്ഷൻ പറയാം. അപ്പം ദമ്മ് വന്നാൽ മേഘം, ധീ വന്നു കഴിഞ്ഞാൽ സമുദ്രം, ജം വന്നു കഴിഞ്ഞാൽ താമര. അത് ഓർത്തിരിക്കുക. ഇനി ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മേഘം എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് മേഘമൊക്കെ മൂടി മഴ പെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ മേഘമൊക്കെ മൂടി മഴ പെയ്യുമ്പോൾ ഇടിയൊക്കെ പൊട്ടും അല്ലേ? അപ്പോൾ നല്ല ശബ്ദമായിരിക്കും. ധം ധം എന്ന് പറഞ്ഞിട്ടാണ് ഇടി പൊട്ടുന്നത് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ധം ധം എന്ന് പറയുന്നത് മേഘമാണ്. ഇനി സമുദ്രം എന്താണ്? ധീ ആണ്. അപ്പം ധീ നോക്കിയേ, തിരമാലകൾ എങ്ങനെയാണ് അടിക്കുന്നത്? അത് ഇങ്ങനെ വരും അല്ലേ? തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതേ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ തിരമാലകൾ നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് അല്ലേ, നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ ഇതെന്താണ്? തിരമാലകളാണ് അല്ലേ ചിത്രമൊക്കെ വരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ ധായാണെങ്കിൽ അതെന്താണ്? അത് സമുദ്രമാണ്. ഇനി താമര നിങ്ങൾ നോക്കിക്കേ, നമ്മൾ താമരയൊക്കെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ വരച്ച് വയ്ക്കും അല്ലേ? ഇങ്ങനെ താമര വരയ്ക്കും. അപ്പോൾ നിങ്ങൾ ആ ജാന്ന് മര്യാദയ്ക്കൊന്ന് എഴുതി നോക്കിക്കേ. ജാ എന്ന് നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു താമരപ്പൂവിനെ പോലെ തന്നെ ഉണ്ട് അല്ലേ? ഒരു താമരപ്പൂ വരച്ചു വെച്ചിരിക്കുന്ന പോലെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അത് താമരപ്പൂ വരച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന ജാ എന്ന് പറയുന്നത് താമര എന്ന അർത്ഥമാണ്. അപ്പം ജാ വന്നു കഴിഞ്ഞാൽ താമര, ധീ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടലിൻ്റെ തിരമാല നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. അപ്പം ധീ വന്നു കഴിഞ്ഞാൽ സമുദ്രം, ദം വന്നു കഴിഞ്ഞാൽ ധം 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 ഇടിമുഴങ്ങുന്ന മേഘം എന്നുള്ള രീതിയിൽ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അബ്ദം, വാരിദം, അമ്പുദം എന്ന് പറഞ്ഞാൽ മേഘം, അബ്ധി, വാരിധി, അമ്പുധി എന്ന് പറഞ്ഞാൽ സമുദ്രം, അബ്ജം, വാരിജം, അംബുജം എന്ന് പറഞ്ഞാൽ താമര. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും ചോദിക്കുന്നതാണ്, തെറ്റിക്കരുത് കേട്ടോ. ഇനി അടുത്ത വേർഡാണ് സർവദാ. സർവദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അതാണ് സർവദയുടെ അർത്ഥം. ഇനി സർവധ എന്നുണ്ട്. സർവധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ പ്രകാരത്തിലും എന്നുള്ളതാണ് കേട്ടോ. എല്ലാ പ്രകാരത്തിലും എന്നുള്ള അർത്ഥമാണ് സർവധ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ വേണ്ടി പറയാം. എല്ലായ്പ്പോഴും എന്ന അർത്ഥം വരുന്നത് സദാ. നമ്മൾ പറയില്ലേ സദാസമയം അവൻ എവിടെ തന്നെ, അതായത് എല്ലാ സമയവും എല്ലായ്പ്പോഴും എന്നുള്ള അർത്ഥമാണ് സദാ. അപ്പം ആ സദയുടെ ദാ വരുന്നതാണ് എല്ലായ്പ്പോഴും എന്ന അർത്ഥം വരുന്നത്, സർവദ. മറ്റേത് സർവധ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ പ്രകാരത്തിലും. ഓക്കെ, അപ്പം സർവദ എല്ലായ്പ്പോഴും, സർവധ എല്ലാ പ്രകാരത്തിലും. കിട്ടിയല്ലോ. ഇനി അടുത്തത് കന്ധരം. കന്ധരം എന്ന് പറഞ്ഞാൽ ഗുഹ എന്ന അർത്ഥമാണ്. ഇനി കന്ധരം, ഈ കന്ധരം എന്താണ്? ഇത് കഴുത്ത് എന്ന അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കന്ധരം ഗുഹ, കന്ധരം കഴുത്ത്. ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ പറയാം. ഈ ഇന്ദയാണ് കഴുത്ത് അല്ലേ? അതായത് നാ എന്ന് പറയുന്നത് ദേ ഇങ്ങനെ തിരിച്ചിട്ട ഇന്ദ വരുന്നതാണ് കഴുത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെ ആലോചിക്കാം? നമ്മുടെ കഴുത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ തിരിക്കാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ കഴുത്ത് ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നത്, അപ്പോൾ തിരിക്കാൻ പറ്റുന്ന ഇന്ദയാണെങ്കിൽ അത് കഴുത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, കഴുത്താണ്, തിരിക്കാൻ പറ്റുന്ന കഴുത്ത് എന്ന് ഓർത്താൽ മതി. അപ്പോൾ കന്ധരം കഴുത്ത്. ഇത് കന്ധരം എന്താണ്? ഗുഹയാണ് കേട്ടോ. കന്ധരം ഗുഹ. അടുത്ത വേർഡ് കപാലം. കപാലം എന്ന് പറഞ്ഞാൽ കപാലം എന്ന് പറഞ്ഞാൽ എന്താണ്? തലയോട് എന്നാണ്. എന്നാൽ കപോലം എന്ന് പറഞ്ഞാൽ എന്താ? കപോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിൾത്തടം എന്നാണ് പറയുക. കവിൾത്തടം. കപാലം തലയോട്, കപോലം എന്ന് പറഞ്ഞാൽ കവിൾത്തടം. എങ്ങനെ കണക്ട് ചെയ്യാം? ഈ കപാലം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കപാലം തലയോട്.
ഈ കപോലം കവിൾത്തടം നമുക്ക് എങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നമ്മൾ പറയില്ലേ നല്ല പൂ പോലത്തെ കവളാണ് അല്ലേ, പൂ പോലെ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ പോലം, കപോലം കവിൾത്തടം, പൂ പോലെ ഇരിക്കുന്ന കവിൾത്തടം. അപ്പൊ കപോലം കവിൾത്തടം. കപാലമാണെങ്കിലോ തലയോട്. ഓക്കെ, ഇനി അടുത്ത തെറ്റിക്കാൻ പറ്റുന്ന 3 വേർഡ്സ് ആണ്. 1 നാഗം, 2 നഖം, 3 നാക്കം. ഇത് 3ഉം ചോദിക്കാറുണ്ട്. അപ്പൊ ഈ നാഗം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നാഗമാണ് സർപ്പം. നാഗം എന്ന് വെച്ചാൽ സർപ്പം. ഈ നഖം എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം എന്നതാണ് കേട്ടോ, പർവ്വതം. ഇനി നാക്കം ആണെങ്കിലോ സ്വർഗം എന്ന അർത്ഥമാണ്, സ്വർഗം. അപ്പൊ ഇത് നമുക്കറിയാം, നാഗം എന്ന് പറഞ്ഞാൽ സർപ്പമാണെന്നുള്ളത് അല്ലേ. അപ്പൊ അത് നമുക്ക് പഠിക്കാം ഈസി ആയിട്ട്. ഇനി നഖവും ഈ നാക്കവും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നാഗമാണ് സർപ്പം. നമ്മൾ ഒരു പാമ്പിനെയൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പാമ്പിനെയൊക്കെ വരയ്ക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ഗ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സർപ്പം എന്ന് പറയുന്നത്. ഇനി കം വരുന്നത് എന്താ? സ്വർഗ്ഗമാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, സ്വർഗത്തിലേക്ക് നമ്മളെ ഈശ്വരൻ ദേ കം കം എന്ന് പറഞ്ഞ് വിളിക്കുന്ന പോലെ ആലോചിച്ചാൽ മതി കേട്ടോ. സ്വർഗത്തിലേക്ക് നമ്മളെ കം കം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ കം സ്വർഗം, നാകം ആണെങ്കിൽ സ്വർഗം, നാഗം ആണെങ്കിൽ സർപ്പം. ഇനി നഖം ആണെങ്കിൽ പർവ്വതമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നഖം, നഖം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഗംഗാ നദിയൊക്കെ ഉണ്ടല്ലോ, പർവ്വതത്തിൽ നിന്നുമാണ് ഗംഗാ നദിയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് അല്ലേ. അപ്പോൾ ഗംഗ എന്നുള്ളതിൻ്റെ ഗം ആണെങ്കിൽ അത് പർവ്വതമാണ്. നഖം, നഖം എന്ന് പറയുന്നത് പർവ്വതമാണ്. അപ്പോൾ ഗംഗാ നദി എന്നുള്ളതിൻ്റെ ഗായും നായും കൂടെ കണക്ട് ചെയ്താൽ മതി. അപ്പം നഖം എന്ന് പറയുന്നത് എന്താണ്? പർവ്വതം. ഓക്കെ, അപ്പോൾ ഗംഗാനദി ഒഴുകുന്ന പർവ്വതത്തിലൂടെയാണെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അപ്പം നാഗം സർപ്പം, നഖം എന്ന് പറയുമ്പോൾ പർവ്വതം, നാക്കം എന്ന് പറയുമ്പോൾ കം കം എവിടേക്കാണ് വിളിക്കുന്നത്? സ്വർഗത്തിലേക്ക്. അപ്പം നാക്കം സ്വർഗം. ഓക്കെ അല്ലേ. ഇനി അടുത്ത വേർഡാണ് ഉദ്ദേശം. ഉദ്ദേശം, ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം എന്നാണ് അർത്ഥം. എന്നാൽ ഉദ്ദേശ്യം ആണെങ്കിലോ, ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നതാണ് അർത്ഥം. അപ്പോൾ ഇത് ഈസിയാണ് പഠിക്കാൻ. ഉദ്ദേശം ആണെങ്കിൽ ഇവിടെ ഏകദേശം, ഇവിടെ ഉദ്ദേശ്യം ആണെങ്കിലോ ഇവിടത്തെ പോലെ തന്നെ ഒരു വാലുണ്ട്, ലക്ഷ്യം. ഉദ്ദേശ്യം ലക്ഷ്യം, ഉദ്ദേശം ഏകദേശം. ഓക്കെ, ഇനി അടുത്ത വേർഡാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഘാതകൻ. ഘാതകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിക്കുന്നവൻ, കുഴിക്കുന്നവൻ. അടുത്ത വേർഡ് ഘാതകൻ എന്ന് പറഞ്ഞാൽ തിന്നുന്നവൻ, തിന്നുന്നവൻ. ഇനി ഈ ഘായാണെങ്കിൽ, ഘാതകൻ ആണെങ്കിൽ കൊല്ലുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കറിയാം ഘാതകൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കൊല്ലുന്നവൻ എന്ന അർത്ഥമാണ് വരിക. ആ ഘാതകൻ എന്ന് പറയുന്നത് ഇത് ഈ ഘായാണ് കേട്ടോ. അപ്പോൾ ഒറ്റെണ്ണേ ഉള്ളത്, ഘാതകൻ കൊല്ലുന്നവൻ, അത് നമുക്ക് കിട്ടും. ഇത് നമ്മൾ മാറിപ്പോവും. ഘാതകൻ കഴിക്കുന്നവനും ഘാതകൻ ആണെങ്കിൽ തിന്നുന്നവനുമാണ്. അപ്പോൾ ഇത് തായ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, കഴിക്കുന്നവനല്ല കുഴിക്കുന്നവനാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഘാതകൻ കുഴിക്കുന്നവനാണ്, ഘാതകൻ ആണെങ്കിൽ തിന്നുന്നവനാണ് അല്ലേ. അപ്പോൾ ഇത് ഇവിടെ ദ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ദ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഓർക്കാം? നമ്മുടെ ദം ബിരിയാണി നമുക്ക് ഓർക്കാം. ദം ബിരിയാണിയുടെ ദായാണ്. അപ്പം ദായാണെങ്കിൽ തിന്നുന്നവനാണ്. ദം ബിരിയാണിയൊക്കെ തിന്നുമല്ലേ ചെയ്യുന്നത്. അപ്പം ദായാണെങ്കിൽ തിന്നുന്നവൻ, ഘാതകനാണെങ്കിൽ തിന്നുന്നവൻ. ഇവിടെ ഘാതകനാണെങ്കിലോ കുഴിക്കുന്നവൻ, കുഴിക്കുന്നവൻ. ഓക്കെ, അപ്പം ഘാതകൻ കുഴിക്കുന്നവൻ, ഘാതകനാണെങ്കിൽ തിന്നുന്നവൻ. ഈ ഘാതകനാണെങ്കിലോ അത് കൊല്ലുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഇനി അടുത്ത വേർഡ് മൂക്കുരം. മൂക്കുരം എന്ന് പറഞ്ഞാൽ കണ്ണാടി എന്നാണ് അർത്ഥം. എന്നാൽ മുകുളം, മുകുളം എന്ന് പറഞ്ഞാൽ എന്താണ്? മൊട്ട് എന്നാണ് അർത്ഥം. മുകുരം കണ്ണാടി, മുകുളം മൊട്ട്. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ണാടിയിലൊക്കെ നോക്കും നമ്മളെപ്പോൾ, നമ്മുടെ മുഖത്ത് കുരു വരുമ്പോൾ അല്ലേ, മുഖക്കുരു വരുമ്പോൾ കണ്ണാടി നോക്കും. അപ്പം മുകുരം കണ്ണാടി, മുഖക്കുരു ഒക്കെ നോക്കുമ്പോൾ കണ്ണാടിയിലാണ് നോക്കുന്നത് അല്ലേ. അടുത്തത് മുകുളം മൊട്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർക്കുക, ഒരു കുളമായി കഴിഞ്ഞാൽ അവിടെ ഒരു താമര മൊട്ടൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ താമര മൊട്ടുണ്ടാവുന്നത് കുളത്തിലാണ്. അപ്പം മുകുളം മൊട്ട്, മുകുരം എന്ന് പറയുന്നത് കണ്ണാടി, കുരു നോക്കുന്നത് കണ്ണാടിയിലൂടെ, കുളമായാൽ മൊട്ടുണ്ടാവും. അപ്പം മുകുരം കണ്ണാടി, മുകുളം മൊട്ട് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത വേർഡാണ് രുധിരം. രുധിരം എന്ന് പറഞ്ഞാൽ രക്തം
രക്തം ആണ്. ഇനി രുചിരമുണ്ട്. രുചിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം എന്നാണ് അർത്ഥം. രുധിരം രക്തം, രുചിരം മനോഹരം. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രുധിരമാണല്ലോ, രുധിരം. അപ്പം ധീരൻ, ധീരൻ എന്നുള്ളതിൻ്റെ ധിരമാണ്. അപ്പം ധീരന്മാരാണെങ്കിൽ അവർ രക്തം ചിന്തും അല്ലേ. രക്തമായിട്ട് കളിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ രക്തം ചിന്തുക എന്നൊക്കെ പറയുന്നത് ധീരന്മാർക്ക് പറഞ്ഞ പണിയാണ് അല്ലേ. ധീരന്മാരാണ് രക്തസാക്ഷികളാവുക. ആ രീതിയിലൊക്കെ കണക്ട് ചെയ്തിട്ട് രുധിരം രക്തം എന്ന് കണക്ട് ചെയ്യാം. ഇനി രുചിരം ആണെങ്കിലോ ഇവിടെ രുചിയായിട്ട് കണക്ട് ചെയ്യാം. രുചിയുള്ള ഒരു ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ആഹാ മനോഹരമായിരിക്കുന്നു അല്ലേ. അപ്പം രുചി ഉണ്ടെങ്കിൽ നമ്മൾ മനോഹരം എന്ന് പറയും. അപ്പം രുചിരം മനോഹരം. രുധിരം എന്ന് പറയുമ്പോൾ ധീരന്മാർ രക്തം ചിന്തുന്നത് ഓർത്താൽ മതി. അപ്പം രുധിരം രക്തം, രുചിരം മനോഹരം. അടുത്തത് സുതൻ പുത്രൻ. സുതൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പുത്രനാണ്. ഇനി സൂതൻ ഉണ്ട്. സൂതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാചകക്കാരനാണ്, പാചകക്കാരൻ. അപ്പം നേരത്തെ പോലെ തന്നെ തെറ്റാതിരിക്കാൻ സുതൻ ആണെങ്കിൽ പുത്രൻ. അപ്പോൾ ഇവിടെ തായുണ്ട്, ഇവിടെ പുത്രനിലും തായുണ്ട്, രണ്ടിടത്തും തായുണ്ട്. ഇവിടെ സൂതൻ, ദാ എന്ന് പറയുന്നത് ദമ്മ് ബിരിയാണിയുടെ ദായായിട്ട് കണക്ട് ചെയ്താൽ മതി. പാചകം ചെയ്യുന്നത് ദമ്മ്. ഓക്കെ, അപ്പം സുതൻ പുത്രൻ, സൂതൻ പാചകക്കാരൻ. ഓക്കെ, അടുത്ത വേർഡ്സ് ആണ് വാണി. വാണി എന്ന് പറഞ്ഞാൽ വാക്ക് ആണ് കേട്ടോ, വാക്ക്. ഇനി വാജി എന്ന് പറഞ്ഞാൽ എന്താണ്? കുതിരയാണ്, കുതിര. അപ്പോൾ ഇത് തെറ്റാതിരിക്കാൻ വേണ്ടി വാണി വാക്ക്. അപ്പോൾ വാണി എന്ന് പറയുമ്പോൾ നമുക്ക് ആകാശവാണി, ആകാശവാണിയിലൊക്കെ വാർത്തകളൊക്കെ വായിക്കില്ലേ. അപ്പോൾ വാക്ക് എന്നുള്ളതൊക്കെ ആയിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ വാജി എന്താണ്? വാണി എന്താണ്? വാക്ക്. വാജി ആണെങ്കിൽ കുതിരയാണ്. വാജി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ജി ഉണ്ട് അല്ലേ. അപ്പോൾ ജീവി, കുതിര എന്ന് പറയുന്ന ഒരു ജീവിയാണ്. അപ്പോൾ വാജി കുതിരയും വാണി വാക്കുമാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അടുത്ത വേർഡ്സ് ആണ് ഋണം. ഋണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പര്യായം പഠിച്ചപ്പോൾ. ഋണം എന്ന് പറഞ്ഞാൽ കടം എന്നാണ് അർത്ഥം. ഇനി ഋതമുണ്ട്. ഋതം, ഋതം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം എന്നാണ് അർത്ഥം. ഋണം കടം, ഋതം സത്യം. ഇപ്പം ഋണം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ പണമായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ കടം കൊടുത്തിട്ട് നമ്മൾ എന്താണ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇക്ഷ ഇഞ്ഞ ഇറ ഒക്കെ വരയ്ക്കും അല്ലെ, ഇറൊക്കെ വരയ്ക്കും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അപ്പം ഋണം കടം, ഋതം സത്യം എന്നുള്ളത് ഓർത്തിരിക്കും. അപ്പം ഋതം താ വരുമ്പോൾ ഇവിടെ സത്യത്തിലും തായുണ്ട്. ഇവിടെ ഋണം എന്ന് പറയുമ്പോൾ പണമായിട്ട് കണക്ട് ചെയ്യുക, കടമാണ്, കടം. ഓക്കെ, അടുത്തത് അനലൻ. അനലൻ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. അടുത്ത വേർഡ് അനിലൻ. അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാം, ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അനിലൻ കാറ്റും അനലൻ അഗ്നിയാണ്. അപ്പോൾ അഗ്നി എന്ന് പറയുമ്പോൾ നമുക്ക് കനല് എന്നുള്ള രീതിയിൽ എടുത്ത് നോക്കിക്കേ, കനല്. അപ്പം കനൽ എന്ന് പറയുമ്പോൾ നായാണ് അല്ലേ, അവിടെ വള്ളിയൊന്നുമില്ല. അപ്പം കനലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാ ല എന്ന് വരുന്നത് അഗ്നിയാണ്. അപ്പം അനലൻ അഗ്നിയും അനിലൻ എന്താണ്? കാറ്റാണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. ഇനി അടുത്ത വേർഡ് ലോഭം. ലോഭം എന്ന് വെച്ചാൽ എന്താണ്? പിശുക്കാണ്. ലോഭം പിശുക്ക്. എന്നാൽ ലോഭം എന്ന് പറയുന്നത് എന്താണ്? കുറവാണ് അല്ലേ, ലോഭിച്ചു പോവുക, ലോഭസന്ധി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ലോഭം എന്ന് പറഞ്ഞാൽ കുറവ്, ഈ ലോഭമാണെങ്കിൽ പിശുക്ക്. അപ്പോൾ എന്താണ്? ലാഭം നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പിശുക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, ലാഭം നോക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പിശുക്കുന്ന, എന്തിനാണ്? എന്തെങ്കിലും ലാഭം കിട്ടാൻ. അപ്പം ലോഭം പിശുക്കും, ലോഭം എന്ന് പറഞ്ഞാൽ കുറവും ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് രോധനം. രോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടയൽ എന്നുള്ളതാണ്, പ്രതിരോധിക്കുക, തടയുക. എന്നാൽ ഇത് രോധനമാണ്. രോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? കരച്ചിലാണ്, കരച്ചിൽ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി രോധനം, അപ്പോൾ ധായാണ് അല്ലേ. അപ്പോൾ ഇവിടെ രോധം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതിരോധം, പ്രതിരോധിക്കുക, തടയുക എന്നുള്ള രീതിയിൽ രോധവും ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഇനി രോധനം എന്ന് പറയുന്നത് കരച്ചിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആരെങ്കിലും ഒരാൾ കരയുവാണെങ്കിൽ അവരോട് നമുക്കൊരു ദയയൊക്കെ തോന്നും അല്ലേ. അപ്പോൾ ദയയുടെ ദാ വരുന്നതാണ് കരച്ചിൽ. രോധനം കരച്ചിൽ അല്ലേ, ഒരു അച്ഛൻ്റെ രോദനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ രോദനം കരച്ചിൽ. രോധനമാണെങ്കിലോ അത് തടയൽ എന്ന അർത്ഥമാണ് വരുന്നത്. അടുത്ത വേർഡ് രഥം. രഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേരാണ്. ഇനി രഥം ആണെങ്കിലോ അത് പല്ല് എന്ന അർത്ഥമാണ് വരുന്നത്. ഓക്കെ, രഥം തേര്, രഥം പല്ല്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി, മാറത്തില്ല, ഇനി മാറുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ദാ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ദന്തവുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ദന്തത്തിൻ്റെ ദായാണ് പല്ലിൽ വരുന്നത്.
വേറെ ധായാണ് തേരിൽ വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത വാക്ക് സുകരം. സുകരം എന്ന് പറഞ്ഞാൽ എന്താണ്? എളുപ്പം എന്നാണ് അർത്ഥം. സുകരം എളുപ്പം. സൂകരം ആണെങ്കിലോ? സൂകരം ആണെങ്കിൽ പന്നി എന്നാണ് അർത്ഥം. സൂകരം. അപ്പൊ സുകരം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സുഖമായി ചെയ്യാന്ന് പറയും അല്ലേ? അപ്പൊ സുകരം സുഖമായി ചെയ്യാന്ന് പറയുമ്പോൾ സുകരമാണെങ്കിൽ എളുപ്പമാണ്. സൂകരമാണെങ്കിലോ പന്നി. അപ്പൊ പന്നിയൊക്കെ കാണണമെങ്കിൽ നമുക്ക് സൂലേക്ക് പോകണം എന്ന് ആലോചിച്ചാൽ മതി. സൂല് പോയാലാണ് പന്നി കാണുന്നത്. അപ്പൊ സൂകരം പന്നി, സുകരം എളുപ്പം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സമാന പദങ്ങൾ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ തീർന്നതിന് ശേഷം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വീണ്ടും PYQ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്